ഇന്നത്തെ ടോപ്പിക് ഈ ക്രാക്ക് ശബ്ദം. 3 കാരണം കൊണ്ട് ഇത് വരാം. 1, നമ്മൾ ജോയിൻ്റ് ഇങ്ങനെ അമർത്തുമ്പോൾ ജോയിൻറ്റിൻ്റെ അകത്ത് പ്രഷർ കൂടുമ്പോൾ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ അകത്ത് ഗ്യാസ്, ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ. ആ ഗ്യാസ് പ്രഷർ കൂടുമ്പോൾ ബബിൾസായി മാറും. ആ ബബിൾ പൊട്ടിക്കുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത്. സെക്കൻഡ് കോസ്, നമ്മുടെ ടെൻഡനില്ല, കണ്ടോ, ഞാൻ വിരലെനിക്കുമ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ് ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻറ്റ്. എല്ലിൻ്റെ ഇടയിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിഗമെൻറ്റ്സ്. അതിൻ്റെ മുകളിൽ നീര് വന്നാൽ വിരലനക്കിയാൽ ക്രാക്ക് ശബ്ദം വരും. സോ അത് അനങ്ങുമ്പോൾ ബോണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരയുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പ് ആവാൻ തുടങ്ങും. അപ്പോഴും ഈ ടക്ക് ടക്ക് ശബ്ദം വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കോസ്, ജോയിൻറ്റിൻ്റെ ഇടയിൽ തേയ്മാനങ്ങളുണ്ടെങ്കിൽ. നമുക്കറിയാവുന്നൊരു കാര്യം, എല്ല് തേയ്മാനം വരുമ്പോൾ എന്താ പറ്റുക, ജോയിൻറ്റ് ഇങ്ങനെ ലൂസാവും. ഒരു ക്രാക്ക് ശബ്ദം വരാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോഴാണ് ഡേഞ്ചറായി വരാം, ഈ ക്രാക്ക് ശബ്ദത്തിൻ്റെ കൂടെ പെയിൻ വന്നാൽ, അല്ലെങ്കിൽ നീര് വന്നാൽ, അല്ലെങ്കിൽ ജോയിൻറ്റ് ഇങ്ങനെ വീർത്ത് വന്നാൽ, ദാറ്റ് മീൻസ് എന്തോ ജോയിൻറ്റിൽ ഡാമേജ് ഉണ്ട്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. വെറുതെ ഇങ്ങനെ വിരൽ പൊട്ടിച്ചാൽ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല. താങ്ക് യു.